വാർത്തയിലേക്കാണ്. ഇടുക്കി മൂന്നാറിൽ കടുവ ഇറങ്ങിയെന്നത് തെറ്റായ വിവരമെന്ന് വനം വകുപ്പ്. തെറ്റായ പ്രചരണം നടത്തരുതെന്നും വനം വകുപ്പ് അറിയിച്ചു. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഭീതിയിലായിരിക്കുകയാണ് തൊഴിലാളികൾ. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ വനം വകുപ്പിന്റെ വിശദീകരണം തേടി കേരള വിഷൻ ന്യൂസ്. മൂന്നാറിൽ നിന്ന് ബിനീഷ് ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തോട്ടം മേഖലയിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം ഏറെയാണ്. അതിന്റെ ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം മുതൽ കടുവയും കുട്ടിയും നടന്നു പോകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മാധ്യമങ്ങളിൽ വ്യാജമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അത് മാട്ടുപ്പെട്ടി, ഇവിടെയുള്ള മൂന്നാറിലെ മാട്ടുപ്പെട്ടി ഗുണ്ടള എസ്റ്റേറ്റിലാണ് ആ വീഡിയോയിൽ ഇത്തരത്തിൽ കടുവ പോകുന്നത് പ്രചരിപ്പിക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാർ ദേവികുളം റേഞ്ച് ഓഫീസിലാണ്. ഇവിടെ റേഞ്ച് ഓഫീസറുണ്ട്. നമുക്ക് ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് അന്വേഷിച്ചറിയാം. സോഷ്യൽ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ കടുവയും കുട്ടിയും നടന്നു പോകുന്ന വ്യാജമായി പ്രചരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ലാക്കാടിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു. ഇത്ര ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം, അത് വനംവകുപ്പിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ മൂന്നാർ മേഖലയിൽ ഇടയ്ക്ക് കടുവകളുടെ സാന്നിധ്യം ഉണ്ട്. ഇപ്പം പശുവിനെ പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ വീഡിയോ ആ പ്രഥമ ദൃഷ്ടിയാ തന്നെ നമുക്കത് ഇവിടെ ഷൂട്ട് ചെയ്തത് അല്ല എന്ന് മനസ്സിലായിരുന്നു. എന്നിരുന്നാലും ജനങ്ങൾ ഒരു പാനിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ RRT സംഘം ആ രാത്രി മുഴുവനും ഈ പറഞ്ഞിരുന്ന എക്കോ പോയിന്റ് കുണ്ടള ഭാഗങ്ങളിലൊക്കെ രാത്രിയിലും പൂർണ്ണമായിട്ട് ഒരു പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള സാന്നിധ്യമൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പം ഇത് നമ്മൾ ജനങ്ങൾക്ക് പരിഭ്രമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ അതിനെതിരെ നമ്മൾ നെടുദിവസമായിട്ട് ആലോചിച്ചിട്ട് അത്തരം ആൾക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. നിലവിൽ ഇത്തരത്തിലൊരു വനംവകുപ്പിന്റെ രൂക്ഷ വിമർശനം നടക്കുന്ന ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ വീണ്ടും വ്യാജ സന്ദേശങ്ങൾ നൽകുന്നത്. അപ്പം ഇത് നമ്മൾ വളരെ ഈ മേഖലയിലെ ഈ മനുഷ്യ വന്യജീവി സംഘർഷ ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയാണ് മൂന്നാർ. അപ്പൊ ഇവിടെ ജോലിയെടുക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും വളരെ തിരക്കിട്ട് ജോലിയെടുക്കുന്ന ആളുകളാണ്. അപ്പം അവരുടെ ജോലിഭാരം കൂട്ടുകയും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന് വേണ്ടത്ര അംഗീകാരം ജനങ്ങൾക്കിടയിൽ കിട്ടാതിരിക്കാൻ ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ കാരണമാകുന്നുണ്ട്. അപ്പോൾ നിലവിൽ അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. നമ്മൾ അന്വേഷിച്ചതിൽ ഇത് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. അതും ജൂൺ 6-ാം തീയതി 2022 പ്രചരിച്ച ഒരു വീഡിയോ ആണ് ഇത്തരത്തിൽ ഇന്നും സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. ഇവർക്കെതിരെ ശക്തമായ നടപടി വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് റേഞ്ച് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.